കൂട്ടുകാരെ, ഈശോയുടെ സന്തോഷമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? അതെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ വേദപാഠ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ടീച്ചർ നിങ്ങൾക്കൊരു വചനം പറഞ്ഞു തന്നില്ലായിരുന്നോ? ഏതായിരുന്നു ആ വചനം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, അല്ലേ? എല്ലാവർക്കും സന്തോഷമാണോ? അതെ അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമക്കളെ, ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇങ്ങനെ വേദപാഠം പഠിക്കുവാനായിട്ട് ഇപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട് കാത്തിരിക്കുക അല്ലേ? ഈശോനെ കുറിച്ച് അറിയാനായിട്ട്, ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, അല്ലേ? ഇപ്പൊ നമ്മള് 12ാമത്തെ നമ്മുടെ കൂദാശകളെ കുറിച്ചുള്ള പാഠത്തിന്റെ ആദ്യ ഭാഗം പഠിച്ചു, അല്ലേ? നമുക്കിന്ന് ബാക്കി പഠിക്കണം. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ ദാഹം അകറ്റുന്ന ഒരു നല്ല ജലം, ജീവജലം, അതെന്താണ്? എന്തെന്നായിരുന്നു നമ്മൾ പഠിച്ചേ? കേക്കത്തില്ല. ദൈവിക ജീവൻ. അതെ, ദൈവിക ജീവനാകുന്ന ജീവജലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഈ ജീവജലം നമ്മുടെ ഉള്ളിൽ എത്തുന്നത് എന്നൊക്കെ പഠിച്ചു, അല്ലേ? അതെ, നമുക്ക് ഇന്നും പഠിക്കണ്ടേ? ഈ ദൈവിക ജീവൻ എന്നിൽ എങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു, എന്നെ എങ്ങനെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാക്കി മാറ്റുന്നു എന്നൊക്കെ പഠിക്കണ്ടേ? പഠിക്കാം. അപ്പൊ അതിനു മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കള് ഇരുന്നു കൊണ്ട് തന്നെ കരങ്ങൾ കൂപ്പി പിടിച്ചേ, കണ്ണുകൾ അടച്ചോ കേട്ടോ. പ്രിയപ്പെട്ട ഈശോയെ, അങ്ങ് ഞങ്ങളിൽ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നിറച്ച് ഞങ്ങളെ നയിക്കുകയാണല്ലോ. ഈശോയെ നന്ദി പറയുന്നു. ഇനിയും അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഈ ദാനങ്ങൾ, ഈ സമ്മാനങ്ങൾ, ഈ ജീവൻ അത് നഷ്ടപ്പെടുത്താതെ അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇനി കുഞ്ഞുമക്കൾ എല്ലാരും മൈക്ക് ഓണാക്കി ഒന്ന് പറഞ്ഞേ. ദൈവിക ജീവൻ നൽകുന്ന ദൈവമേ നന്ദി പറഞ്ഞേ. മൈക്ക് ഓണാക്കണേ. ഒരുമിച്ച് പറഞ്ഞേ. ദൈവിക ജീവൻ നൽകുന്ന ദൈവമേ നന്ദി. ഓക്കെ, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, അല്ലേ? ഈശോ ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്ത് സമറിയായിലെ ഏത് പട്ടണത്തിലാ എത്തിയത്? ഉറക്കെ പറഞ്ഞ് എനിക്ക് കേക്കത്തില്ല. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിലെത്തി. അവിടെ ഒരു കിണറ്റിൻകരയില് ഈശോ ഇരിക്കുകയായിരുന്നു. അപ്പൊ ആരാണ് വന്നത്? ഒരു സമറിയാക്കാരി സ്ത്രീ വന്നു. എന്നിട്ട് ഈ സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരിയപ്പോ ഈശോ ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്കും ഇച്ചിരി വെള്ളം തരാവോന്ന് ചോദിച്ചു. ആ സ്ത്രീ കൊടുത്തോ? ആദ്യമൊക്കെ കൊടുക്കാൻ മടിയായിരുന്നു, എന്നാലും പിന്നീട് കൊടുത്തു. അപ്പൊ ഈശോ എന്താണ് പറഞ്ഞത്? ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞല്ലേ? എന്താണ് ആ ജലം എന്നാണ് നമ്മൾ പഠിച്ചത്? ദൈവിക ജീവൻ, പ്രസാദവരം. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പഠിച്ചത്. എന്തിലൂടെയാണ്? കൂദാശകളിലൂടെ. ഇനി ഏതോ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നല്ലോ. നമ്മൾ ശ്വാസം എടുത്തകത്തേക്ക് വലിച്ചു, ശ്വാസം പുറത്തേക്ക് വിട്ടു. അപ്പോഴൊക്കെ നമുക്ക് ഈ ശ്വാസത്തെ കാണാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത ഈ ദൈവിക ജീവൻ നമുക്ക് തരുന്ന കുറെ കാര്യങ്ങളിലൂടെ കാണിച്ചു തരുന്ന ഈ അടയാളങ്ങളാണ് എന്ത്? കൂദാശകൾ എന്നും നമ്മൾ പഠിച്ചു, അല്ലെ? എന്താണ് കൂദാശകൾ? നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അദൃശ്യമായ ദൈവിക ജീവനെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്നതും ഈശോ മിശിഹ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ
ദൃശ്യമായ, അതായത് കാണാൻ പറ്റുന്ന അടയാളങ്ങളാണ് എന്ത്? കൂദാശകൾ, അല്ലെ? അതെ. കൂദാശകൾ നമുക്ക് ദൈവിക ജീവൻ നൽകുന്നു, നമ്മളെ നന്മയിൽ നിലനിർത്തുന്നു. ഇനി എത്ര കൂദാശകളുണ്ടെന്നൊരു പാട്ടുപാടി നമ്മൾ പഠിച്ചില്ലായിരുന്നോ? 7 കൂദാശകൾ, അല്ലേ? ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകൾ. അത് ഏതൊക്കെയാണ്? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജന കൂദാശ, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. ഇത്രയും കൂദാശകളുണ്ട് നമ്മൾ പഠിച്ചല്ലേ? മാമോദീസയിലൂടെ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു. പിന്നെ നമ്മൾ ആരായി മാറ്റപ്പെടുന്നു? ദൈവത്തിന്റെ സ്വന്തം മകനും മകളുമായിട്ട് അന്നേരം വരെയുള്ള നമ്മുടെ എല്ലാ പാപങ്ങളും മോചിച്ച് നമ്മളെ ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റുന്ന കൂദാശയാണ് എന്ത്? മാമോദീസ. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചത് തൈലാഭിഷേകം എന്ന കൂദാശയാണ്. തൈലാഭിഷേകം എന്താന്ന് വളരെ വിശദമായിട്ട് നമ്മൾ 11ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലേ? എന്താണ് തൈലാഭിഷേകം എന്ന കൂദാശ? പരിശുദ്ധാത്മാവിന്റെ മായാത്ത മുദ്ര. ഒരിക്കൽ നമ്മളിൽ അങ്ങ് മുദ്ര വെച്ചാൽ പിന്നെ ഒരിക്കലും മാഞ്ഞു പോവാത്ത മുദ്ര നമ്മിൽ പതിപ്പിക്കുന്ന കൂദാശയാണ് തൈലാഭിഷേകം. ഇനി വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ഈശോ അപ്പമായി നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ടുള്ള കൊതി കൊണ്ട് ഈശോ ഒരു കുഞ്ഞപ്പമായി മാറി നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരികയാണ്. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. ഇനി അനുരഞ്ജന കൂദാശ. അനുരഞ്ജന കൂദാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, വൈദികന്റെ പക്കൽ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. നമ്മൾ വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു. ശരിക്കും ഈ പാപമോചനം കൊടുക്കുന്നത് വൈദികനല്ല, വൈദികന്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈശോ തന്നെയാണ് കേട്ടോ. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജന കൂദാശ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗീലേപനം. ഇത്ര കുഞ്ഞായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. രോഗീലേപനം എന്ന് പറഞ്ഞാല് രോഗികളായി കഴിയുമ്പോൾ അവർക്ക് ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനും മോചനത്തിനുമായി ദൈവിക ജീവൻ ലഭിക്കുന്നതിന് വേണ്ടി അവരെ വീണ്ടും മുദ്ര ചെയ്യുകയാണ് രോഗിലേപനം എന്ന കൂദാശയിലൂടെ. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി കേട്ടോ. തിരുപ്പട്ടം. തിരുപ്പട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ വൈദികരെയും ഇങ്ങനെ വൈദികരായി ഉയർത്തുന്ന ആ മായാത്ത മുദ്ര അവരുടെ ഉള്ളില് ചാർത്തുന്ന കൂദാശയാണ് എന്ത്? തിരുപ്പട്ടം കേട്ടോ. അവരെ നിത്യപുരോഹിതനായ ഈശോയുടെ പ്രതിപുരുഷ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് കേട്ടോ തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ. പിന്നെ വിവാഹം എന്താണ് എന്ന് നമുക്കറിയാലോ. വിവാഹം എന്താണ്? ഒരു സ്ത്രീയും പുരുഷനും ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഒന്നാകുന്നു. അവരൊരുമിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുന്നു. അങ്ങനെ 7 കൂദാശകൾ കേട്ടോ. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, അനുരഞ്ജന കൂദാശ, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. പുസ്തകത്തിൽ ഈ കൂദാശകൾ എന്താന്നുള്ള ഡെഫിനിഷൻ ഇല്ല അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതാ കേട്ടോ. ഇനി ഈ കൂദാശകൾക്ക് തന്നെ വീണ്ടും എന്താണ് ഒരു ഡിവിഷൻ കൂടെ ഉണ്ട്. ഈ കൂദാശകൾ ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകളുണ്ട് നമ്മുടെ ഈ 7 കൂദാശകളിൽ. മാമോദീസായും തൈലാഭിഷേകവും തിരുപ്പട്ടവും കേട്ടോ. ഉറക്കെ പറഞ്ഞേ. മാമോദീസായും തൈലാഭിഷേകവും തിരുപ്പട്ടവുമാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ. ഈ കൂദാശകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മായാത്ത മുദ്ര ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ മുദ്ര ചെയ്താൽ പിന്നെ ഒരിക്കലും ആ മുദ്ര, ഈ അടയാളം മാറുകയില്ല കേട്ടോ. അങ്ങനെ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന കൂദാശകളാണ് എന്ത്? മാമോദീസായും തൈലാഭിഷേകവും തിരുപ്പട്ടവും. ഇങ്ങനെ ഈ 7 കൂദാശകളും നമ്മളെ
ദൈവിക ജീവനിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പിന്നെ രോഗലേപനവും വിവാഹം എന്ന കൂദാശ ആവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ ഒരു തവണ കൂടുതൽ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ. ഏതൊക്കെ കൂദാശകളാണ് ആവശ്യമെങ്കിൽ മാത്രം ഒരു തവണ കൂടുതൽ സ്വീകരിക്കുന്നത്? ഏതൊക്കെയാണ്? രോഗിലേപനവും വിവാഹവും എന്ന കൂദാശ കേട്ടോ. വിശുദ്ധ കുർബാന നമ്മൾ അനുദിനം സ്വീകരിക്കുന്നു. പരിശുദ്ധ കുംഭസാരം നമ്മൾ പാപത്തിൽ വീണ് കഴിയുമ്പോൾ ഈശോയോട് ഈശോയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് മനസ്താപത്തോടെ അച്ഛന്റെ അടുത്ത് പോയി നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നു. ആരാണ് മോചനം തരുന്നത്? വൈദികന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആരാണ് തരുന്നത്? ഈശോ അല്ലെ. അപ്പോ ഈ എല്ലാ കൂദാശകളും നമ്മുടെ ആത്മാവിന് എന്ത് നൽകുന്നു? ജീവൻ നൽകുന്നു അല്ലെ. നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമ്മളെ വീണ്ടും വീണ്ടും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കാണിച്ച് അകന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്രസാദവരം ദൈവത്തിന്റെ ജീവൻ നിറയ്ക്കുന്നു. എന്ത്? ഈ കൂദാശകൾ കേട്ടോ. മാമോദിസ വേളയിൽ ഈശോയെ സ്വീകരിച്ചു അല്ലെ ഉള്ളില്. അപ്പോ ഇനി ആഘോഷമായിട്ട് വീണ്ടും നിങ്ങൾ കുറച്ചുനാൾ കഴിയുമ്പോൾ അറിവൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈശോയെ സ്വീകരിക്കും. എന്നിട്ട് ഈശോയോടുള്ള ബന്ധം ഒരിക്കലും വേർപെടുത്താതെ ഈശോയെ ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് സ്വന്തമാക്കി കരുതി ഈശോ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയോട് എന്താ വളരെ ഒരു ഫ്രണ്ടിനോട് എന്ന പോലെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈശോയോട് വർത്താനം പറയാറുണ്ടോ? കുറച്ചു പേരല്ലേ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ക്ലാസിന്റെ ഇടയ്ക്ക് പിന്നത്തേക്ക് വേണ്ടി ടാബ്ലറ്റ് കഴിക്കും. ടാബ്ലറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? മരുന്നല്ലേ. മരുന്ന് എന്താ തരുന്നേ? എനർജി തരും അല്ലേ. ആ ടാബ്ലറ്റ് എന്താണ്? നിങ്ങള് ഈശോയോടിങ്ങനെ മിണ്ടിക്കൊണ്ട് നടക്കുക, ഈശോയോട് സംസാരിച്ചുകൊണ്ട് നടക്കുക. ഈശോയെ ഈശോയെ ഞാൻ അത് ചെയ്യാൻ പോകുന്നു, എൻ്റെ കൂടെ വരണേ, ഞാൻ പഠിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പോവാണേലും ഈശോയോട് കൂടെ ചെയ്യുക കേട്ടോ. ഈ കൂദാശകൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് എന്താണ്? പ്രസാദവരം കേട്ടോ. ഓർക്കെ പറഞ്ഞേ, പ്രസാദവരം. പിന്നെ ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചത് മറക്കരുത് കേട്ടോ. മാമോദിസായും തൈലാഭിഷേകവും തിരുപ്പട്ടോ. അപ്പൊ ഈ കൂദാശകളിലൂടെ ഉള്ളിൽ നിറയുന്ന ദൈവിക ജീവന് നിങ്ങളിങ്ങനെ എന്താ പറയാ, ദൈവിക ജീവൻ നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ ജീവിക്കുവാനുള്ള കൃപ ദൈവം തരട്ടെ കേട്ടോ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ആദ്യം പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. ദൈവിക ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ദൈവമേ നന്ദി. ഇനിയും ഈ ജീവനിൽ ശക്തിയിൽ ജീവിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ഈശോയെ, അങ്ങയെ കൂടാതെ ജീവിക്കുവാൻ ഞങ്ങൾക്കാവുകയില്ല. അങ്ങയുടെ കരം പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞുമക്കളെ, ഒരു ഹോംവർക്കും കൂടെ ഉണ്ടേ. നിങ്ങള് എന്താണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചാർട്ട് വരച്ചില്ലായിരുന്നു കൂദാശകളുടെ. ആ ചാർട്ടിന്റെ ബാക്കിയായിട്ട് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ എന്ന് പറഞ്ഞ് വരയ്ക്കണം കേട്ടോ. കൂദാശകൾ 7 ഓൾറെഡി വരച്ചു കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ എന്ന് പറഞ്ഞ് വീണ്ടും അതിന് താഴെ ഒരു കുഞ്ഞി ചാർട്ട് വരയ്ക്കണം, പഠിക്കണം. പിന്നെ മാമോദിസ തൈലാഭിഷേകം എന്ന് പറഞ്ഞ് നമ്മൾ 7 കൂദാശകളുടെ ഒരു പാട്ട് പഠിച്ചില്ലായിരുന്നു. ആ പാട്ട് കാണാതെ പഠിച്ച് പാടി ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണേ കേട്ടോ. അപ്പൊ മിടുക്കരായിട്ടിരിക്കുക. ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ നിങ്ങളെ നയിക്കട്ടെ. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.